മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. നന്ദനന്ദനാ ഗോപാലാ വനമാലി ശ്യാമബാലാ നൊന്തുകേഴുന്നോരൻ താപം ഇന്നെന്തേ അറിയാതെ. നന്ദനന്ദനാ ഗോപാലാ വനമാലി ശ്യാമബാലാ. ഭഗവാനെ കൃഷ്ണ, ഈ ജന്മം മുഴുവൻ അങ്ങേ പൂജിച്ചു കഴിയാനാ എന്റെ ആഗ്രഹം. പക്ഷേ അച്ഛൻ പറയുന്നത് മറ്റൊന്നാ. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. അച്ഛനെ വിഷമിപ്പിക്കാനും വയ്യ. നീ തന്നെ എല്ലാത്തിനൊരു പരിഹാരം കാണൂ ഭഗവാനെ. എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് എനിക്കുള്ള ഏക ആശ്രയം. അനുദിനമഴലിൽ അനാഥ വഴിയിൽ നീ എന്നാശ്രയദീപം. അനുദിനമഴലിൽ അനാഥ വഴിയിൽ നീ എന്നാശ്രയദീപം. അതിഘോരമീ ആശാദമഴയിൽ ഗിരിധരനെ തുണയാകൂ. മിഴിതോരുവാൻ നിതാത്ത നിശതൻ നിഴലിൽ നിഴലൊളിയായി തെളിവേകൂ. നിഴലൊളിയായി തെളിവേകൂ. സൂരജ് എന്താ പൂജാമുറിയില്? ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ കയറിയതാ. പ്രാർത്ഥിക്കാനോ? അതെ, എനിക്കെന്താ പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കാലോ, അതൊരു നല്ല കാര്യല്ലേ. എന്നാലും ഇതൊക്കെ ഒരു പതിവില്ലാത്ത കാര്യമാണല്ലോ. സൂരജ് ഇതുവരെ പൂജാമുറി കയറുന്ന ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇന്നെന്തോ പ്രാർത്ഥിക്കണമെന്നൊരു തോന്നലുണ്ടായി, അതാ. അതൊക്കെ ഈശ്വരനായിട്ട് തോന്നിപ്പിക്കുന്നതാ. ജീവിതത്തില് നന്മ വരുന്ന സമയത്ത് നമുക്ക് ഈശ്വരചിന്ത ഉണ്ടാവും.
അല്ലാത്തപ്പോഴെല്ലാം ആവശ്യമില്ലാത്ത തോന്നലുകളും ഈശ്വരൻ തന്നെയായിരിക്കും മനസ്സിൽ നിറയുന്നത്. ഇത് നല്ല ലക്ഷണ. ദിവസവും പ്രാർത്ഥിച്ചോ. ജീവിതത്തില് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് ശരിക്കും കാണാം. ആ നോക്കാം. മോളെ, ഇനി സൂരജ് നന്നാവോന്നാ തോന്നുന്നത്, അല്ലേ മോളെ? അതെ ബീനാമേ, സൂരജിന് ചെയ്തു പോയ കാര്യങ്ങളിലെല്ലാം കുറ്റബോധം ഉണ്ടാവും. അതാ പൂജാമുറി കയറിയതും പ്രാർത്ഥിക്കാൻ തോന്നിയതും ഒക്കെ. ഹോ, ഇനി മുതല് നല്ല മാറ്റം ഉണ്ടാവും. ബീനാമയ്ക്ക് സന്തോഷായില്ലേ? ആയി മോളെ. മക്കള് നന്നായി കാണണമെന്ന് ഏതൊരമ്മ ആഗ്രഹിക്കാത്തത്? സൂരജിന്റെ ഭാഗത്ത് നിന്ന് ഓരോ തെറ്റുകൾ ഉണ്ടാവുമ്പോഴും പിടയ്ക്കുന്നത് എന്റെ നെഞ്ചാ. ഓരോ പ്രാവശ്യവും ഇനി അവൻ മാറൂന്നുള്ള പ്രതീക്ഷയിലാ ഞാൻ ജീവിക്കുന്നത്. ഇപ്പൊ അവൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന കണ്ടപ്പോ എനിക്കൊരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട് മോളെ. ഇനി സൂരജിനോട് ഉഴപ്പാതെ കിട്ടാനുള്ള പേപ്പേഴ്സൊക്കെ ഈ വർഷം തന്നെ എഴുതിയെടുക്കാൻ പറയണം. മനസ്സ് വെച്ച് പഠിച്ചാ, കുറച്ചൊന്ന് അധ്വാനിച്ചാ ഒരു തവണ കൊണ്ട് തന്നെ എക്സാം എല്ലാം പാസ്സാകാവുന്നതേ ഉള്ളൂ. ഞാൻ പറയാം. പക്ഷേ അവനിനി പരീക്ഷ എഴുതുമെന്നൊന്നും അറിയില്ല. അതെന്താ? എന്ത് പഠിച്ചാലും അതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ലെന്നും എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോ എല്ലാം മറന്നു പോന്നൂന്നൊക്കെയാ സൂരജ് പറയുന്നത്. എല്ലാം കൂടി ആലോചിച്ച് മനസ്സിന് സമാധാനം ഇല്ലാഞ്ഞിട്ടായിരിക്കും അവൻ ചിലപ്പോ പ്രാർത്ഥിക്കാൻ കയറിയത്. അങ്ങനെയൊക്കെ സൂരജിന് സങ്കടം ഉണ്ടെങ്കിൽ ബീനാമ സൂരജിനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും പതിവില്ലാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞത്. അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇനി ടെൻഷൻ കാരണം അവൻ ആവശ്യമില്ലാത്ത എന്തെങ്കിലും മനസ്സിൽ കയറ്റി വെക്കുന്നുണ്ടാവോ? എന്തായാലും ബീനാമ ചോദിച്ച സൂരജ് പറയുമല്ലോ. സമാധാനമായിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ കാര്യം എന്താണെന്നറിയാം. ഇനിയിപ്പൊ എന്ത് പ്രശ്നമാണെങ്കിലും ടെൻഷനൊന്നും വേണ്ട, സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞാൽ മതി. എന്തായാലും ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തോന്നിയല്ലോ. ഇനി എന്ത് പ്രശ്നമാണെങ്കിലും ഭഗവാൻ നോക്കിക്കോളും. ബീനാമ ധൈര്യമായിട്ടിരിക്ക. ഭഗവാനെ, എന്റെ മോനെ കാത്തോണേ. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞ. എപ്പോ എന്ത് ചെയ്യണമെന്നൊന്നും അവൻ ഒരു ബോധവുമില്ല. എന്റെ കുഞ്ഞിന് നേർവഴി കാണിച്ചു കൊടുക്കണേ ഭഗവാനെ. മോനെ, നീ തിരക്കിലാണോ? അല്ലമ്മേ. എന്നാലേ എന്റെ തീരുമാനം ഞാൻ നിന്നോട് പറയാ. നിനക്ക് എതിർപ്പില്ലെങ്കിൽ നമുക്ക് ആ വിസ്മയുടെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാന്ന എന്റെ തീരുമാനം. എനിക്ക് എതിർപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ? അതിന്റെ കാരണമല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. എനിക്കിപ്പോ കല്യാണം വേണ്ട. അതൊരു കാരണമല്ല. എന്തായാലും നീ കല്യാണം കഴിച്ചേ പറ്റൂ. നിനക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറയുന്ന കാരണത്തിന്റെ പേരിൽ ഈ ആലോചന വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. ഞാനിത് മുന്നോട്ട് കൊണ്ടുപോവുക. അമ്മ എന്തെങ്കിലും ചെയ്യും, പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടാണെന്ന് കരുതി ചെയ്യണ്ട. നീ സമ്മതിക്കാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ബാംഗ്ലൂർ ഞാൻ നമ്മുടെ ആൾക്കാരെ കൊണ്ട് വിസ്മയെക്കുറിച്ച് അന്വേഷിപ്പിച്ചപ്പോ വളരെ നല്ല അഭിപ്രായമാണ് അറിഞ്ഞതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. അതുകൊണ്ടൊന്നും അല്ലമ്മേ. എടാ, നീ പിന്നെയും പഴയ പാട്ട് തന്നെ പാടണ്ട. ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. നീ അനുസരിച്ചാ മാത്രം മതി. നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എന്നാ കഴിക്ക്. കഴിച്ചോ. അല്ല, ഇന്ന് നീ പതിവില്ലാതെ പൂജാമുറി കയറുന്നുണ്ടല്ലോ. ഞാൻ പ്രാർത്ഥിക്കാൻ കയറിയതാമേ. പ്രാർത്ഥിക്കാനോ? ആ, മനസ്സിനൊരു സുഖവുമില്ലായിരുന്നു. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നി, അങ്ങനെ കയറിയതാ. നല്ല കാര്യം. പിന്നെ നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അമ്മയോട് പറയണം. വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി അബദ്ധങ്ങളൊന്നും ചെയ്യരുത്. ഏയ് ഇല്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. എന്റെ എല്ലാ പ്രതീക്ഷയും നീയാ. അതൊക്കെ എനിക്കറിയാമേ. അമ്മ ഇടയ്ക്കിടയ്ക്ക് അത് പറയണ്ട.
ഡാ, നീ അത് മറക്കാതിരിക്കാനാ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. നീ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കുമെന്ന് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോ 1-2 പ്രാവശ്യമായി പോലീസ് കേസിൽ നിന്നൊക്കെ തലനാരിഴയ്ക്കാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നീ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന കാണുമ്പോ അടുത്ത കുഴപ്പം വല്ലതും ഉണ്ടാക്കാനുള്ള പുറപ്പാടാണോ എന്ന് തോന്നും. ഞാൻ ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല അമ്മേ. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞതാ അമ്മേ. എനിക്ക് കുറച്ച് പണം വേണം അമ്മേ. എങ്ങനെയെങ്കിലും അതുണ്ടാക്കിയ സമാധാനമായി. അതൊക്കെ ഉണ്ടായിക്കോളും. അതിന്റെ പേരിലേ നീ ടെൻഷൻ ആവാനൊന്നും പാടില്ല. നീ കഴിക്കേ. അമ്മേ, കുറച്ച് വെള്ളം വേണം. ആരോടാ ചാറ്റ് ചെയ്യുന്നേ? ചാറ്റോ? ഞാൻ വിശാലിന്റെ വ്ലോഗിലെ കമന്റ്സ് വായിക്കുകയായിരുന്നു. മക്കളെ ആവശ്യമില്ലാത്ത എല്ലാത്തിനും പ്രോത്സാഹിപ്പിച്ച് ആരും ഒന്നും പറഞ്ഞ അനുസരിക്കാത്ത അവസ്ഥയായി. അവരുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് അവർ ജീവിക്കട്ടെ തന്നെ. നാളെ ഒരു കാലത്ത് നമ്മൾ കാരണം അവരുടെ സ്വപ്നങ്ങൾ നേടാൻ പറ്റിയില്ലെന്ന് അവർ പറയരുത്. പിള്ളേർക്ക് മാത്രമല്ല സ്വപ്നങ്ങൾ. എന്റെ മക്കൾ എന്താവണമെന്ന് എനിക്ക് സ്വപ്നങ്ങളുണ്ട്. തന്നെ നീ നിന്നെക്കുറിച്ച് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കിയാൽ അതിൽ ന്യായമുണ്ട്. അല്ലാതെ നിന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കണമെന്ന് പറയുന്നതിൽ ഒരു ന്യായവും. എടേ, അവരുടെ ഇഷ്ടങ്ങൾ നേടാൻ നമ്മൾ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അവർക്കുണ്ടാകുന്നത് വേണ്ടാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ അതെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ? അത്രയ്ക്ക് വിവരമില്ലാത്ത രീതിയിലല്ലല്ലോ നമ്മൾ മക്കളെ വളർത്തിയിരിക്കുന്നത്. മനോജേട്ടൻ എല്ലാത്തിനും ഓരോ ന്യായീകരണങ്ങളുണ്ട്. പറയുമ്പോ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ പ്രവൃത്തിയിൽ അതൊന്നും ഇല്ല. അല്ല, അതിപ്പോ എന്താ അങ്ങനെ ഒരു തോന്നൽ എന്നെ പറ്റി? അതെ, ഒരു ഭാര്യ ഭർത്താവ് ആവുമ്പോ അവർക്കിടയിലെ രഹസ്യങ്ങൾ പാടില്ല എന്നാണ്. അങ്ങനെ ആരാ പറഞ്ഞു? പൊതുവെ അങ്ങനെയാ പറയുന്നത്. ഇപ്പൊ ഞാനും പറഞ്ഞു. അതൊന്നും അല്ല. ഭാര്യയും ഭർത്താവും ആണെങ്കിലും അവർക്കിടയിൽ പല രഹസ്യങ്ങളും ഉണ്ടാവും. തൊഴിൽപരമായ രഹസ്യങ്ങളുണ്ടാവും, സുഹൃത്തുക്കളുടെ രഹസ്യങ്ങളുണ്ടാവും. അങ്ങനെയൊന്നും പാടില്ല. പരസ്പര സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ അവിടെ രഹസ്യങ്ങൾ ഉണ്ടാവേണ്ട കാര്യം എന്താണ്? അതെങ്ങനെയാ? എന്നോട് മനോജേട്ടന് സ്നേഹം ഇല്ലല്ലോ. കണ്ണു മീച്ചു നോക്കണ്ട. എന്നോട് പറയാത്ത പല കാര്യങ്ങളും മനോജേട്ടന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എടി, നിന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയുന്നുണ്ട്. ഇല്ല, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ പോലും മനോജേട്ടൻ എന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്ത് മറച്ചു വെച്ചു? മീരയുടെ വിവാഹം ഉറപ്പിച്ച കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞോ? മീരയുടെ വിവാഹം ഉറപ്പിച്ചോ? ആരുറപ്പിച്ചു? അവളുടെ അച്ഛൻ ഹരി. അല്ലാതാരാ? വിവാഹമൊന്നും ഉറപ്പിച്ചില്ല. അത് ഉറപ്പിച്ചാൽ നമ്മളോട് പറയാതിരിക്കൂ. നീ എന്തൊക്കെയാ തന്നെ പറയുന്നത്? മീരയ്ക്കൊരു ഡോക്ടറുടെ ആലോചന വന്നില്ലേ? അതുമായി മുന്നോട്ട് പോവാന്ന് തീരുമാനിച്ച കാര്യ ഞാനിപ്പോ പറഞ്ഞത്. അതും അമ്മ പറഞ്ഞ ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ അമ്മ പറഞ്ഞാണോ അതോ മനോജേട്ടൻ പറഞ്ഞാണോ ഞാൻ അറിയേണ്ടത്? എന്താ മറുപടി പറയാതിരിക്കുന്നെ? ഞാനിത് നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ വിദ്യയുടെ കല്യാണം ഉടനെ നടത്തണമെന്ന് പറഞ്ഞ് നീ വഴക്കു തുടങ്ങി. ശരിയല്ലേ? ഇതാണ് മനോജേട്ടന്റെ കുഴപ്പം. ഞാനൊരു കാര്യം പറഞ്ഞ അത് വഴക്ക. നമ്മുടെ മോൾക്കും കല്യാണ പ്രായമായെന്ന് മനസ്സിലാക്കാത്തത് എന്താ? അവളെക്കാൾ പ്രായം കുറഞ്ഞ മീരയുടെ വിവാഹം നടത്താൻ ഹരി ഒരുങ്ങുന്നത് കണ്ടിട്ടും മനോജേട്ടന് ബോധം ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? മീരയുടെ പഠിത്തം കഴിഞ്ഞ് അവൾക്കൊരു ജോലിയായി. മീര സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാണ്. ഈ സമയത്തൊരു കല്യാണം ആലോചിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. വിദ്യയുടെ അവസ്ഥ അതല്ല. അവളുടെ പഠിത്തം കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഇത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നോ? പക്ഷെ ഞാനതിന് സമ്മതിച്ചു തരുമെന്ന് കരുതണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്റെ മക്കളുടെ കാര്യത്തിൽ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്.
എന്തീ ആലോചിക്കുന്നത്? വീട്ടിൽ നിന്ന് വിഗ്രഹം എടുക്കുന്നത് നമ്മൾ വിചാരിച്ചത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതെന്താ, വീട്ടിൽ നിന്ന് എടുത്തോണ്ടെന്നാ പോരെ? അത് വെറുതെ ഷോക്കേസിലിരിക്കുന്ന പ്രതിമയല്ല, മീര പൂജിക്കുന്ന വിഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെടുത്താ വീട്ടിൽ വലിയ ഭൂകമ്പം ഉണ്ടാവും. ഞാൻ എടുത്തുനിന്നൊരു തോന്നൽ വന്ന അതോടെ എല്ലാം തീർന്നു. പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അതൊക്കെ നമുക്ക് ആലോചിച്ച് സെറ്റ് ചെയ്യാം. ആശാനത് വാങ്ങാനുള്ള ആളെയൊക്കെ റെഡിയാക്കിയിട്ട് വരുമ്പോൾ നമുക്കത് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടാവും. അങ്ങനെയൊന്നും വരില്ല. ഒരു വഴിയും കണ്ടില്ലെങ്കിൽ നമുക്കൊരാളെ സെറ്റ് ചെയ്തിട്ടാണെങ്കിലും എടുപ്പിക്കാം. അതൊക്കെ റിസ്ക് അല്ലേ? റിസ്ക്കാണ്. ആ, എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കാതെ കാര്യം നടക്കില്ലല്ലോ. അതെ, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയേ പറ്റൂ, അല്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സൂരജ് പറഞ്ഞ പോലെ വിശ്വാസമുള്ള ആരെങ്കിലും വിഗ്രഹം എടുക്കാൻ ഏൽപ്പിച്ചാ അന്ന് പറഞ്ഞ പോലെ ഇനി വല്ല ശാപം ഉണ്ടെങ്കിൽ എടുക്കുന്ന ആൾക്ക് കിട്ടും. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാലോ. അങ്ങനെയൊന്നുമില്ല. ശാപം ഉണ്ടെങ്കിൽ ഇതിനിറങ്ങുന്ന എല്ലാവർക്കും പണി കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഓ, അങ്ങനാണ്. അതെ. എന്താ പേടിയുണ്ടോ? എന്നോട് ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ പേടിക്കുന്നത്? പേടിയല്ല, എന്നാലും ഒരു ഇത് പഴയ വിഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഫുൾ മാന്ത്രിക പരിപാടികളൊക്കെ ഉള്ളവരല്ലേ. അതിന്റെ ബാക്കി ഭാഗങ്ങളും ഈ വിഗ്രഹത്തിലൊക്കെ ഉണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പോ നല്ല പേടിയുണ്ടല്ലേ? പേടിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇതിപ്പോ കിട്ടിയ ലോട്ടറിയാ, ലൈഫ് സെറ്റിൽഡാ. ഇനി അതല്ല വല്ല പണിയും കിട്ടാനാ വിധിയെങ്കിൽ അത് അങ്ങനെ ആവട്ടെ എന്ന് കരുതി രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ദാസേട്ടൻ വിളിക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കി എന്താ വേണ്ടതെന്ന് നോക്കാം. അതെ. ഹലോ. ഹലോ മീര, ഞാൻ സിദ്ധാർത്ഥാണ്. മനസ്സിലായി, പറഞ്ഞോളൂ. ആ, അത് ഇന്ന് വൈകിട്ട് മീര ഫ്രീ ആണോ? വൈകിട്ടോ? മനസ്സിലായില്ല. അല്ല, ജോലി കഴിഞ്ഞിറങ്ങിയിട്ട് നമുക്കൊന്ന് കണ്ട് സംസാരിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പോയാലോ? ഹരിയെങ്കിലെ ഞാൻ വിളിച്ച് പറയണോ? വേണ്ട, വൈകിട്ട് ഞാൻ ഫ്രീ അല്ല. ഓ, അതെന്താ, വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഫിക്സ് ചെയ്തുണ്ടോ? ഇല്ല, ഞാൻ ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോവും. ഓ, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, വീട്ടില് ഞാൻ ഡ്രോപ്പ് ചെയ്താൽ മതിയല്ലോ. വേണ്ട, ഇപ്പൊ എന്തായാലും അങ്ങനെ കാണലിനൊന്നും എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ. പ്ലീസ്. ഓക്കെ, നോ ഇഷ്യൂസ്. എന്നാ ശരി. ഓക്കെ. മീര, എന്താ, എന്തു പറ്റി? മീരയ്ക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ. ഇല്ല സർ, ഒന്നുമില്ല. അത് വെറുതെ തൻ്റെ മുഖം പറയുന്നുണ്ടല്ലോ. ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തുറന്നു പറയണം, ഞാനത് അറിയാതെ പോകരുത്. ഇല്ല സർ, ഇവിടെ ഒരു പ്രശ്നമില്ല. ഇതെന്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ കാരണം ഞാനൊന്ന് ഡിസ്റ്റർബ്ഡ് ആയതാ. പേഴ്സണൽ പ്രശ്നമാണെങ്കിൽ അതിന് പരിഹാരം കാണണം. കാരണം ഓഫീസ് ടൈമിൽ താൻ അസ്വസ്ഥയാവുന്നുണ്ടെങ്കിൽ അത് ജോലിയെ ബാധിക്കില്ലേ? സോറി സർ, ഇനി ഞാൻ ആവർത്തിക്കില്ല, ശ്രദ്ധിച്ചോളാം. അതെന്താ, താൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇഷ്യൂ ഉണ്ടായത്? അല്ല സർ. എന്താ മീര പ്രശ്നം? എന്താണെങ്കിലും പറയൂ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാലോ. ഇത് ആർക്കും ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല സർ. ഇതെന്റെ വിവാഹാലോചനയുടെ കാര്യ. പക്ഷേ ഞാൻ ഒട്ടും മെന്റലി പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആള് വിളിക്കുമ്പോൾ ഞാൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുക. അതായിരുന്നോ? എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരാൾ വിവാഹം കഴിക്കേണ്ടത് തൻ്റെ ജീവിതകാലം മുഴുവൻ കൂടെ ജീവിക്കേണ്ട ഒരു ഇണയെ സ്വന്തമായിട്ട് കണ്ടെത്തുമ്പോഴല്ലേ? അതെ. പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഇടയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. സമൂഹം, സംസ്കാരം, സാമൂഹ്യ മര്യാദകൾ, കുടുംബം, അങ്ങനെ പല കാര്യങ്ങളും പരിഗണിക്കണ്ടേ. സ്വന്തം മകളെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുകയും മരണം വരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന മറ്റൊരു ജീവിയും ഈ ഭൂമിയിൽ ഇല്ലല്ലോ. അതുകൊണ്ട് മറ്റു ജീവജാലങ്ങളെ വെച്ച് മനുഷ്യനെ താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. അതൊരു പോയിന്റാണ്. എന്നാലും
മറ്റുള്ളവരുടെ താല്പര്യം അനുസരിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ അത് സംഘർഷം തന്നെയാണ്. ഞാനും താനുമൊക്കെ ഇപ്പം അനുഭവിക്കുന്നതും ആ സംഘർഷമാണ്. തൻ്റെ അതേ സിറ്റുവേഷൻ തന്നെ ഞാനും. അതുകൊണ്ട് ഈ ടെൻഷനും അസ്വസ്ഥതയൊക്കെ എനിക്ക് മനസ്സിലാവും. അതങ്ങ് മാനേജ് പോകാന്നല്ലാതെ തൽക്കാലം വേറെ വഴിയൊന്നും നമുക്ക് മുന്നിലില്ല. നമ്മൾ ഒരുപാട് ആലോചിക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ കൂടുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നും ആലോചിക്കേണ്ടെന്ന് വെക്കുക, അതാണ് നല്ലത്. പക്ഷേ എനിക്കതിന് പറ്റാറില്ല. എങ്കിലും തനിക്ക് പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കാം സർ. ശരി.